ചങ്ങായിമാരെ എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് ആദ്യം തന്നെ സ്വല്പം മ്യൂസിക് ആയാലോ? അതൊരു പള്ളിയിലച്ചന്റെ അടിപൊളി മ്യൂസിക്. പരമപവിത്രവതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേറ്റും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. തെറ്റിദ്ധരിക്കണ്ട, ഇത് ഏതെങ്കിലും ഒരു സ്വാമിയല്ല. ഇത് ഫാദർ പോൾ തോമസ് എന്ന ഒരു അച്ഛനാണ്. പള്ളിയിലച്ചൻ സാഗർ എലിയാസ് ജാക്കി. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഫാദർ ഉണ്ടല്ല സംഘികക്കെതിരെ ആഞ്ഞടിക്കാനാ പോകുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഇദ്ദേഹം സംഘികക്ക് വേണ്ടി ആഞ്ഞടിക്കാനാണ് പോയത്. ഫാദർ ഉണ്ടല്ലോ ഉത്തരേന്ത്യയിൽ സംഘപരിവാറിനെ കൊണ്ട് അക്രമം നേരിടുന്ന ക്രൈസ്തവർക്ക് വേണ്ടി ഒരു അക്ഷരം ഉണ്ടില്ലെങ്കിലും അവിടെ ആക്രമിക്കുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ടും ഇനി കേരളത്തിൽ ക്രൈസ്തവരെ ആക്രമിക്കാൻ പോകുന്ന സംഘപരിവാറിലെ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നല്ലോണം സംസാരിക്കുന്നുണ്ട്. നമുക്കതിൽ ഫാദർ അങ്ങനെ സംസാരിക്കുന്ന കുറച്ച് ഗുളുഗുളു കാര്യങ്ങൾ കേട്ടിട്ട് വന്നല്ലോ. പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. അതായത് നമ്മൾ പല നിറമെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ജാതിയോ മതമോ ആയിക്കോട്ടെ, നമ്മളെല്ലാം ഈ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഭാരതീയരാണ്, ഒന്നാണെന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു വിവാദത്തിന്റെ കാര്യമില്ല. കണ്ട നമ്മളെ ഫാദർ പറയുന്നത് RSSകാർ ചിന്തിക്കുന്നത് എല്ലാവരും ഒരുപോലെയാണെന്നാണ്. പക്ഷെ അച്ഛൻ ഒരു കാര്യം പറയുന്നില്ല. RSSന്റെ വിചാരധാരയെ പറഞ്ഞ കാര്യം ക്രൈസ്തവരും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുമാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. അവർ ഈ നാട്ടിൽ നിന്ന് ഓടിക്കലാണ് പ്രധാന കടമ എന്നാണ് RSSന്റെ വിചാരധാരയെ പറയുന്നത്. അത് പക്ഷെ അച്ഛൻ മനഃപൂർവ്വം അങ്ങ് മറന്നല്ല നൈസായിട്ട് ആ കാര്യം അങ്ങ് മുക്കി നമ്മളെ ഫാദർ. എന്റെ പരമപവിത്ര ഫാദറെ ഇമാതിരി വർത്താനം പറഞ്ഞിട്ടല്ല യൂദാസ് വരെ നാണിച്ചു പോകും. യൂദാസിനൊന്നും നാണിപ്പിക്കില്ല എന്റെ പരമപവിത്രം ഫാദറെ. നമുക്കിനി നമ്മളെ പരമപവിത്ര ഫാദർ അടുത്തതായിട്ട് എന്താണ് പറയുന്നത് കേട്ടാലോ? ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. ഈ RSSന്റെ നരേന്ദ്രമോദിയാണ്. തീർച്ചയായിട്ടും നമ്മളത് പഠിക്കണം. നമുക്കിപ്പോൾ RSS ആണോ BJP ആണോ എന്നുള്ളതല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റൂ. മോദിജി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഇപ്പോൾ ക്രൈസ്തവ സഭകളെ ആണെങ്കിലും ഹിന്ദുക്കളെ ആണെങ്കിലും എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആശയങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചേർത്ത് തന്നെ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്ത്യൻസിനൊക്കെ അത് മനസ്സിലായി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അത് ഭാവിയിൽ അത് തീർച്ചയായിട്ടും വരും. കാരണം ഒത്തിരി തെറ്റിദ്ധാരണകൾ ഇതിന്റെ അകത്തുണ്ട്. കാരണം ഈ പറയുന്ന നരേന്ദ്രമോദിജി ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്നുള്ള നിലയിലേക്കൊക്കെ പറഞ്ഞു വരുന്നത്. പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്നും അറിയില്ല. ഒരു യാഥാർത്ഥ്യമില്ല, എല്ലാം തെറ്റിദ്ധാരണയാണ്. നമ്മളെ ജി ഉണ്ടല്ല ക്രൈസ്തവർക്കൊപ്പം തന്നെയാണ്. ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് ജി അങ്ങനെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നോണ്ടാണല്ലോ ഉത്തരേന്ത്യയിൽ ഒരുപാട് സംഘപരിവാറാണ് കാണുന്ന സ്ഥലത്ത് വെച്ചൊക്കെ നമ്മളെ ക്രൈസ്തവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നല്ലോണം അമർത്തുന്നത്, ശ്വാസം മുട്ടും പോലെ അമർത്തുന്നത്. ആ ചേർത്ത് പിടുത്തമുണ്ടല്ല ഫാദർ പറഞ്ഞ പോലെ കുറെ ക്രൈസ്തവർക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങി. ആ ചേർത്ത് പിടുത്തം കൊണ്ട് യാതൊരു കാര്യമില്ല, ശ്വാസം മുട്ടി മരിക്കുള്ളൂന്ന് ക്രൈസ്തവർക്ക് മനസ്സിലായി തുടങ്ങി. പക്ഷെ നമ്മളെ ഫാദർ ഉണ്ടല്ല, ഈ ഫാദറിനെ അത് മടിയിൽ കനമുള്ളതുകൊണ്ട് ഈ അടുത്ത കാലത്തൊന്നും മനസ്സിലാവൂല. നമുക്കിനി ഗണഗീത ഫാദറിന്റെ അടുത്ത ഗുളുഗുളു കേട്ടിട്ട് വരാം. അപ്പൊ അച്ഛൻ RSSലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണോ? അങ്ങനെ RSSൽ എനിക്ക് എന്റെ ഒരു അറിവ് പ്രകാരം അങ്ങനെ ഒരു പേരെടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു സംഘടനയല്ല RSSൽ ആർക്കും വർക്ക് ചെയ്യും. ഞാനിപ്പോൾ RSS ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. എനിക്കറിയില്ല, ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് സ്വയം സേവകന്റെ പ്രത്യേകത. RSS ആണോ ഇല്ലെന്നുള്ള ആർക്കും അറിയാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ RSS ആണെന്ന് ഞാനാണെങ്കിൽ പോലും ഞാൻ ആരോട് പറയാൻ ആഗ്രഹിക്കില്ല. ആരും ഒരു RSS കാരണം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. സത്യം അച്ഛൻ ഇപ്പം പറഞ്ഞ കാര്യമുണ്ടല്ല, അത് സത്യം. RSSകാരെല്ലാം തുറന്നു പറയാൻ ഭയങ്കര മടിയാണ്. എന്തോ ഒരു നാണക്കേട് പോലെയാണ് RSS എന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു ചാണകത്ത് ചവിട്ടിയ കളി എല്ലാരും കളിക്കുക. ആരും കാണാണ്ട് ആ ചാണകം അങ്ങ് തുടച്ചിട്ട് പോകൂലേ, ആരും കാണാതെ അങ്ങനത്തെ കളി എല്ലാരും കളിക്കുന്നു. അതിൽ അച്ഛൻ മാത്രമല്ല കേട്ടാ, നമ്മളെ ശ്രീജിത് പണിക്കറല്ലേ മൂപ്പറുണ്ട്, നമ്മളെ ഷാജസ് കറിയ അതും ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ വക്കീലില്ലേ, ഇന്ത്യയിലെ തന്നെ നമ്പർ 1 വക്കീല് നമ്മളെ ശങ്കരൻ വക്കീല്. ഇവരൊക്കെ ഉണ്ടല്ല എന്തോ ഒരു നാണക്കേട് പോലെയാ കളിക്കുന്നത്. ഉള്ളിലാണെങ്കിൽ അവരൊക്കെ RS ആണെന്ന് താനും. പിന്നെ എന്താണോ ഇങ്ങനെ തുറന്നു പറയാൻ ഒരു മടി. നമുക്കുണ്ടല്ലോ ഗണഗീതാച്ചൻ അടുത്തതായിട്ട് പറയുന്ന ഗുളു കേട്ടിട്ട് വരാം. RSSൽ നിന്ന് അപ്പൊ രാഷ്ട്രസ്നേഹം ഇന്നത്തെ തലമുറ പഠിച്ചെടുക്കേണ്ട ഒന്നാണ് എന്നതല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ ഉണ്ട്. നമ്മളതിന്റെ എന്താ പറയുക പ്രാരംഭ ഘട്ടത്തിലായിട്ടേ ഉള്ളൂ. രാഷ്ട്രസ്നേഹം, അതും RSS നിന്ന് അടിപൊളി. സവർക്കറെ ആയിരിക്കുമല്ലേ അച്ഛനും ഉദ്ദേശിച്ചത്? ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ മൊത്തം കുറ്റവും പറഞ്ഞിട്ട് മാപ്പും പറഞ്ഞ് രക്ഷപ്പെട്ട ആ സവർക്കർ തന്നെയായിരിക്കും നമ്മളെ ഗണഗീത ഫാദറിന്റെയും മാതൃക അല്ലെ? മടിയിൽ കനവുള്ളോണ്ട് എന്തൊക്കെ പറയണം അല്ലേ എന്റെ ഗണഗീത ഫാദറെ. നമുക്ക് ഗണഗീത ഫാദറിന്റെ അടുത്ത അൽ ഗുലു കേൾക്കാം. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ വായിച്ചും അവരെ അറിഞ്ഞും കേട്ടും തന്നെ. കാരണം എനിക്ക് മനസ്സിലായി RSS പ്രവർത്തിക്കുന്നവരാരും പൊതുവേദികളിൽ വരുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ഞാൻ അത്ഭുതപ്പെട്ടുകൊണ്ട്. മറ്റുള്ളവർ നോട്ടീസ് പേര് വരണം, മൈക്കിൽ പേര് നിൽക്കണം, പ്രസംഗിക്കണം, പേര് കിട്ടണം. ഇത് അങ്ങനെയൊന്നും RSSൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിലും ഞാൻ കണ്ടിട്ടില്ല. ഈ എന്റെ നാട്ടിൽ പ്രവർത്തിക്കുന്നവർ ഇതാരാണെന്ന് പോലും അറിയത്തില്ല. അതാണ് സ്വയം സേവകൻ എന്ന് പറഞ്ഞ് അവൻ ആ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. അവൻ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, മറ്റൊരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല. ഞാൻ പോലും പുരോഹിതൻ എന്നുള്ളത് ഒരു പരിധിവരെ പേരും പ്രശസ്തി ഉണ്ട്. പക്ഷേ ഒരു RSSകാരനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരു പേരോ പെരുമയോ എങ്ങും കിട്ടുന്നില്ല. കാരണം എന്നെ ക്ഷണിച്ച ആ വേദി അതിനകത്തൊരു നോട്ടീസിൽ ഈ RSSകാരുടെ ആരുടെ പേരില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവരെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ.
തുടർന്നും എന്തായാലും ഈ പഠനം നമ്മൾ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പോകണം. കാരണം പഠിച്ചു വരുന്നേ ഉള്ളൂ നമ്മളെ ഫാദർ RSSനെ കുറിച്ച്. പഠിച്ചോളൂ, അത് പെട്ടെന്ന് തന്നെ പഠിച്ചോളൂ. ഇനിയിപ്പോ ഫാദർ പഠിച്ചില്ലെങ്കിൽ RSSകാർ ഫാദറെ പഠിപ്പിച്ചോളൂ RSS എന്താണെന്ന്. പക്ഷെ ഫാദർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. ഫാദർ എന്തോ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് പള്ളിയിൽ അച്ഛനായതെന്നോ അതെനക്ക് മനസ്സിലായില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഫാദറിനെ കാണുന്നിട്ടാ പ്രശസ്തിക്ക് വേണ്ടി ഫാദർ ആയ ഒരാളാ. അപ്പൊ കുറച്ചുകൂടി പ്രശസ്തി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കല്ലേ ഫാദർ ഇപ്പൊ ഗണഗീത ഫാദറായി നടക്കുന്നത്. പിന്നെ നമ്മളെ ഗണഗീത ഫാദർ വേറൊരു കാര്യം കൂടി പറഞ്ഞു, RSSകാരും പൊതുവേദിയിൽ വരുന്നില്ല എന്ന്. ഫാദർ തന്നെ പറയുന്നത് നമ്മളെ ജി വലിയൊരു RSSകാരനാണെന്ന്. അപ്പൊ ജി വരുന്നത് പൊതുവേദിയിലല്ലേ. പിന്നെ നമ്മളെ ഭാഗവതില്ലേ, മോഹൻ ഭാഗവത്, മൂപ്പരെയൊക്കെ എല്ലാ ദിവസവും പൊതുവേദിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിന് ഏത് വേദി എന്നാന്ന് പറയാ? ഫാദർ ഗണഗീതം. ഇവര് മാത്രമൊന്നല്ല മിസ്റ്റർ ഗണഗീത ഫാദറെ, ഒരുപാട് RSSകാർ, എണ്ണിയാത്തീരാത്ത ഒരുപാട് RSSകാർ എത്രമാത്രം പൊതുവേദിയിൽ വരുന്നുണ്ട്. അതൊന്നും ഫാദർ ഗണഗീതം കാണാതെ പോകുന്നത്. നമുക്കിനി ഗണഗീത ഫാദറിന്റെ അവസാനത്തെ തള്ളുകുളുകുളു കേട്ടിട്ട് വരാം. അവസാനത്തെ തള്ളുകുളുകുളു. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. ഈ RSSന്റെ നരേന്ദ്രമോദിയാണ്. തീർച്ചയായിട്ടും നമ്മളിത് പഠിക്കണം. നമുക്കിപ്പോൾ RSS ആണോ BJP ആണോ എന്നുള്ളതല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുകയുള്ളൂ. അവരെ അത് എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അവരോടൊപ്പം പിന്നാലെയാണെങ്കിൽ ഇപ്പൊ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് അയൽവക്കത്തുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോടൊപ്പം. അത് കറക്റ്റ്. നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ആപത്ത് വരുമ്പോൾ നമ്മൾ പ്രധാനമന്ത്രിയുടെ കൂടെ തന്നെ നിൽക്കണം. പക്ഷെ അത് വിചാരിച്ച് രാജ്യത്ത് നടക്കുന്ന എല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രിയുടെ കൂടെ നിൽക്കണം എന്നില്ല കേട്ടാ. അതിന് നമുക്ക് വിമർശിക്കാം, അത് തെറ്റാണെന്നൊക്കെ പറയാം കേട്ടോ ഫാദർ ഗണഗീതമേ. അതുകൊണ്ട് താങ്കൾ ഒരു ഗണഗീതം അച്ഛനാണെങ്കിലും അച്ഛനാണ്, പള്ളിയിൽ അച്ഛനാണ്, ക്രൈസ്തവരുടെ അച്ഛനാണ്. അപ്പോഴല്ല ക്രൈസ്തവർക്ക് നേരിടുന്ന അക്രമം ഉണ്ടല്ല, ആ അക്രമത്തിനെതിരെ എന്തെങ്കിലും ഒന്ന് എന്റെ ഗണഗീത അച്ഛൻ പറയണം. അല്ലാതെ ആ അക്രമം നടത്തുന്ന സംഘപരിവാറുടെ കൂടെ കൂടി സ്വന്തം സമുദായത്തിനെ ഒറ്റുന്ന പരിപാടിയില്ലേ, യൂദാസിനെ തോപ്പിക്കുന്ന പരിപാടി, ആ പരിപാടി അത്ര നല്ലതല്ല എന്റെ ഗണഗീത ഫാദറെ. ആ പരിപാടിക്കുണ്ടല്ല നമ്മളെ നാട്ടിലൊക്കെ വേറെ വാക്കാ പറയാം. ആ വാക്ക് ദൗർഭാഗ്യവശാല് എനിക്ക് ഈ വേദിയിൽ, ഈ പൊതുവേദിയിൽ പറയാൻ പറ്റൂല. പറ്റുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്റെ ഫാദർ ഗണഗീതമേ. അതുകൊണ്ട് അവർ വിചാരധാരയെ പറഞ്ഞ പോലെ ചെയ്യുമ്പോൾ ആദ്യം ഉദ്ദേശിക്കുന്നത് ക്രൈസ്തവരെ ആണെങ്കിൽ അവരാദ്യം പൊക്കുക നമ്മളെ ഫാദറെ ആയിരിക്കും. ഫാദർ പോൾ തോമസിനെ, സാഗർ എലിയാസ് ജാക്കി എന്ന പോൾ തോമസ് എന്ന താങ്കളെ. അപ്പൊ അങ്ങനെ താങ്കളെ RSS ആ സമയത്ത് തൂക്കിക്കൊണ്ടു പോകുമ്പോഴും താങ്കൾ ആ പാട്ട് പാടണം കേട്ടാ, ഗണഗീതം. അത് പാടിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഗണഗീതം പാടിക്കൊണ്ട് ഈ നാടങ്ങ് വിട്ടേക്കുക എന്റെ ഫാദർ പോൾ തോമസ്. അപ്പൊ സംഘികളെക്കാളും മനോഹരമായിട്ട് ഗണഗീതം പാടുന്ന എന്റെ ഗണഗീതം ഫാദർ പോൾ തോമസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.